ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2024 തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. മുംബൈ ഇന്ത്യൻസ് ടീമിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിലാണ് മുംബൈ പുതിയ സീസണിൽ കളിക്കാനിറങ്ങുന്നത്. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴിതാ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് ഇറക്കിയ പുതിയ ടീം വീഡിയോ വൈറലാവുകയാണ്. ഹർ ഡട്കൻ ഹർ ദില്ലിയെ പോലെ മുംബൈ മേരിച്ച ഓരോ ഹൃദയമെടുപ്പും ഓരോ ഹൃദയവും പറയുന്നു മുംബൈ എൻ്റെ ജീവനാണ് എന്ന ക്യാപ്ഷനോടെയാണ് മുംബൈ ഇന്ത്യൻസ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. 1 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയുടെ അവസാനം 32 സെക്കൻഡുകളാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ഒരൊറ്റ ഫ്രെയിമിൽ വരുന്നതാണ് വീഡിയോയുടെ ഈ ഭാഗം. ഏറെ വിവാദമായ ക്യാപ്റ്റൻസി മാറ്റത്തിന് ശേഷം ആദ്യമായാണ് ഇരുവരും ഒരു ഫ്രെയിമിൽ എത്തുന്നത്. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറും ഉടമസ്ഥ നിതാ അംബാനിക്കുമൊപ്പം ഫ്രാഞ്ചൈസിയിലെ എല്ലാ താരങ്ങളും അണിനിരുന്ന വീഡിയോ നിമിഷങ്ങൾക്കുള്ളിലാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ടീം വീഡിയോ വന്നാലും മുംബൈ ഇന്ത്യൻസ് ആരാധകർ ആശങ്കയിലാണ്. ഹാർദിക് പാണ്ഡ്യ എന്ന പുതിയ ക്യാപ്റ്റനെയും രോഹിത് ശർമ്മ എന്ന ഇഷ്ട ക്യാപ്റ്റനെയും ഓർത്താണ് അവരുടെ വിഷമം. രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ പ്രതിഷ്ഠിച്ചതിലെ നീറ്റൽ ഇനിയും വിട്ടുമാറാതെ ആരാധകർ ഇരിക്കുകയാണ്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ ഹാർദിക് രോഹിത്തിന്റെ തീരുമാനം ഇഷ്ടപ്പെടാതെ എതിർത്ത് സംസാരിച്ച വീഡിയോ ഇന്നും ആരും മറന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് രോഹിത് ശർമ്മ മാറി ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി എത്തിയപ്പോൾ ആരാധകർക്ക് അത് സഹിക്കാൻ പറ്റാത്തത്. എന്തുകൊണ്ട് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതിന് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ ടീം മാനേജ്മെന്റിനും ഇതുവരെ സാധിച്ചിട്ടില്ല. പരിശീലന ക്യാമ്പിനിടെ തിങ്കളാഴ്ച മുംബൈ ക്യാപ്റ്റൻ പാണ്ഡ്യയും പരിശീലകൻ മാർക്ക് ബൗച്ചറും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ടീമിന്റെ പ്രതീക്ഷകളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ഇരുവരും നന്നായി സംസാരിച്ചപ്പോൾ രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് മുംബൈ പരിശീലകൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്ത് കാരണം കൊണ്ടാണ് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും എന്തിനാണ് പാണ്ഡ്യയെ ക്യാപ്റ്റൻ ആക്കിയതെന്നുമാണ് ഒരാൾ ചോദ്യം ഉന്നയിച്ചത്. ഒന്നും പറയാനില്ലെന്ന ഭാവത്തിൽ തലയാട്ടുക മാത്രമാണ് മാർക്ക് ബൗച്ചർ അപ്പോൾ ചെയ്തത്. അതേസമയം രോഹിത് ശർമ്മയുടെ സാന്നിധ്യം ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് സഹായകമാകുമെന്ന് ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കി. രോഹിത് ശർമ്മ ഇന്ത്യൻ ടീം ക്യാപ്റ്റനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലും കളിച്ചിട്ടുണ്ട്. രോഹിത് എപ്പോഴും എന്നെ പിന്തുണയ്ക്കുമെന്നും അറിയാം, ഹാർദിക് പാണ്ഡ്യ പ്രതികരിച്ചു. എന്താണേലും ടീം വീഡിയോയിൽ ഒറ്റ ഫ്രെയിമിൽ 2 പേരും വന്നത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കളി കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.